ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ റിലീസുകളും അതുകൂടാതെ ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇന്നത്തെ സർപ്രൈസ് റിലീസുകളും ഉണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. ഒന്നാമത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ദ മാജിക് ഓഫ് ഷിരി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. 10 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡൈവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഹാഫ് ലവ് ഹാഫ് അറേഞ്ച്ഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസൺ ആണ്. അപ്പോൾ ഈ ഒരു സീസൺ പിന്നെ ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ MX പ്ലെയറിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. കാബ്ര കായ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കാബ്ര കായ് 6ാമത്തെ സീസൺ ആണ്. 6ാമത്തെ സീസണിലെ പാർട്ട് 2 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് സീരീസ് ആണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. അധർമ്മ കഥകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. യഥാ യഥാ ഹേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ സൺനെക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്. വിനയർ ഫോർട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മനോരമ മാക്സിൽ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. ഈ സിനിമയും ഡിസംബർ മാസം ഫസ്റ്റോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, വിനായക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെക്ക് വടക്ക് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മനോരമ മാക്സിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരുന്നെങ്കിലും ഇന്ന് ഈ സിനിമയുടെ ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. നവംബർ മാസം 19-ാം തീയതി ഈ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അന്ന് തന്നെ ഈ സിനിമയുടെ സിംപ്ലി സൗത്തിൽ കൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു തമിഴ് സിനിമയാണ്. നമ്മുടെ ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശിവകാർത്തികൻ അതുപോലെ തന്നെ പിന്നെ സായി പല്ലവിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടാനായി ഈ സിനിമ എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഡിസംബർ മാസം ഫസ്റ്റ് വീക്ക് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സിനിമ ഓവർസീസിൽ ഹിന്ദുസ്ഥാനിൽ OTT പ്ലാറ്റ്ഫോമിൽ ലോ ക്വാളിറ്റി പ്രിന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ജോക്കർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയാണ്. 2 ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. പൈഠണി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5 ഈ ഒരു ഡ്രാമ സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ സീരീസ്. സോണിലി വഴി ഈ ഒരു സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. 5 എപ്പിസോഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സീരീസ് ഞാൻ കണ്ടു. നമ്മുടെ സ്വാതന്ത്ര്യദിനം അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അതിനൊക്കെ അടിസ്ഥാനമാക്കി എടുത്തൊരു സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പിന്നെ ഇംഗ്ലീഷ് സീരീസ് ആണ്. ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ ഡേ ഓഫ് ദ ചക്കാൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഹാപ്പി ജേണി എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. ഒരു മലയാള സീരീസ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. ശോഭ വിശ്വനാഥ് പ്രധാന വേഷം കൈകാര്യ സീരീസ് ആണ്. എന്ന് റിലീസിങ്ങുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ മാർട്ടിൻ എന്ന് പറഞ്ഞ സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് റിലീസ് ആയിരുന്നു കുരുക്ക് എന്ന് പറഞ്ഞ മലയാള സിനിമ. 2 ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ അവൈലബിൾ ആണ്. കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത അടിത്തട്ട് എന്ന സിനിമയാണ്. നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ അതുപോലെ തന്നെ സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ഇപ്പോൾ മുതൽ ഈ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മനോരമ മാക്സിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു സിനിമ ASR ടിക്കറ്റ് മൂവി കൂടിയാണ്. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഫുൾ തെറി വിളികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ കാണാൻ പോകുന്നു, കണ്ടതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.